बलवानी दम है देखुल फगरग कादी शोमेते दमोग आयो वन को मन मैंने തനയാൻ സ്വർഗപിതാവിന്നേകസുത വചനമതാന്തീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജപദാൻ പ്രതിരയിലാകാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനദം രക്ഷയുമേകാനാഗതന വിമലത ശുചിയെ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രേ കന്യകയാം മറിയാമീനും വേദമകന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപരിഭാവനദ്രൈക സവിതാവോടൊപ്പം ജീവനം പ്രഭുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുരിയലായിസോ കുരിയലായിസോ കുരിയലായിസോ. പൗലോസ്ലീഹ ധന്യൻ ചൊല്ലട്ടെ നിദേവൻ നിങ്ങളെ ഞങ്ങളറിയിച്ചവയെ നിതിരായ ആരാധനം ചൊന്ന വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ നിന്നും ആഹായ് ബാരക്കോ. നിങ്ങൾ മുമ്പ് ജഡീകരായ പ്രസാദികളായിരുന്നു. ചേരാകർമ്മം വിളിക്കപ്പെടുന്ന ശാരീരിക കർമ്മം കൈക്കൊണ്ടവരാകിയ നിങ്ങൾ ചേരയില്ലാത്തവരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. ലോകത്തിൽ ആ കാലത്ത് നിങ്ങൾക്ക് മെസ്സിയ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിന്റെ നടപടികളിൽ നിന്നിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമത്തിന് അപരിചിതരായിരുന്നു. ആശയില്ലാത്തവരായിരുന്നു. ദൈവമില്ലാത്തവരായിരുന്നു എന്നും ഓർത്തുകൊള്ളുവിൻ. എന്നാൽ മുമ്പേ ദൂരസ്ഥന്മാരായിരുന്നു നിങ്ങൾ ഇപ്പോൾ യേശുമിശിഹ മൂലം സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ രണ്ടിനെയും നാക്കി തീർക്കുകയും മധ്യത്തിലുണ്ടായെന്ന് വെല്ലുവിളിക്കുകയും സ്വന്തം ശരീരത്താൽ ശത്രുതയെയും സ്വന്തം കൽപ്പനകളാൽ ന്യായപ്രമാണ കൽപ്പനകളെയും നീക്കിക്കളയുകയും ചെയ്തു. രണ്ടുപേരെയും അവനിൽ പുതിയ മനുഷ്യനായി സൃഷ്ടിപ്പാൻ വേണ്ടിയാണ് അവൻ സമാധാനം ഉണ്ടാക്കുകയും ഒരു ശരീരത്തിൽ രണ്ടു കൂട്ടരെ ദൈവത്തോടെ യോജിപ്പിക്കുകയും സ്വന്തം കുരിശിനാൽ ശത്രുതയെ നീക്കുകയും ചെയ്തു. അവൻ വന്ന് നിങ്ങൾക്ക് ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം അറിയിച്ചു. അവൻ മൂലമാണ് നാം ഇരുകൂട്ടർക്കും ഏകാത്മാവിനാൽ പിതാവിന്റെ അടുക്കിലേക്ക് സാമീപ്യം ഉണ്ടായത്. അമിനാഹായ് ബാരക്കോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളണ ചേരിടുവേ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനേ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെയും തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവർക്ക് അപ്പം ഭക്ഷിപ്പാൻ പോലും കഴിയാത്ത പുരുഷാരം പിന്നെയും വന്നുകൂടെ. അവന്റെ ചാർച്ചക്കാരനത് കേട്ടിട്ട് ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിപ്പാൻ പുറപ്പെട്ടു. ഓർശ്ലേമിൽ നിന്ന് വന്നവരായ സുപ്രീന്മാർ ഇവനിൽ ബെൽസബൂണ്ട്.
പിശാചുക്കളുടെ തലവനെ കൊണ്ട് ഇവൻ പിശാചുക്കളെ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. യേശു തമ്പുരാൻ അവരെ വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞു, സാത്താനെ പുറത്താക്കുവാൻ എങ്ങനെ കഴിയും? എന്നാൽ ഒരു രാജ്യം അതിന് തന്നെ വിരോധമായി ചിത്രിക്കുന്നതായാൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ഒരു ഭവനം അതിന് തന്നെ വിരോധമായി ചിത്രിക്കുന്നതായാൽ ആ ഭവനത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. സാത്താൻ അവന് തന്നെ വിരോധമായി എഴുന്നേറ്റ് ഭിന്നിച്ചാൽ അവനും നിലനിൽക്കാൻ സാധ്യമല്ല. പിന്നെയോ അത് അവന്റെ അവസാനമാകുന്നു. ഒരു ബലവാന്റെ ഭവനത്തിൽ പ്രവേശിച്ച് സാധനങ്ങൾ അപഹരിപ്പാൻ ഒരുവന് കഴിയുന്നില്ല. എന്നാൽ ആദ്യമായി ബലവാനെ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭവനം കവർച്ച ചെയ്യാം. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ മനുഷ്യരുടെ സകല പാപങ്ങളും അവരാൽ പറയപ്പെടുന്ന എല്ലാ ദോഷങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറയുന്നത് ഒരു നാളും മോചനമില്ല. അവൻ നിത്യദണ്ഡവിധിക്ക് അർഹനായി തീരുന്നു. എന്തെന്നാൽ അവനിൽ അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞു വന്നിരുന്നു. ശൈനോ ലോകൽ തുടർന്നുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാത്തൻ കൂടെ പണിതോ കവനരകീട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കാം സുതൻ മുടയുന്നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്ത് സ്തോമകാലോ കുറിയന ഈശോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും മനുഷ്യനുമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ സമർപ്പിക്കുവാൻ ഉടയവനെ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലിയും തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി തന്റെ പിതാവിന് സ്വയം സ്വീകാര്യ ബലിയായി പരിശുദ്ധ പ്രധാനാചാര്യൻ ശ്ലീബായുടെ പക്ഷങ്ങളിൽ തന്റെ സ്നേഹമൂലം സ്വയം വിരിച്ച് തന്റെ വാദത്താൽ വിജാതീയരെയും സ്വജാതീയരെയും രക്ഷിച്ച അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു.
നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യകളാൽ ഉദ്ധരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വഴി പാപന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോ കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ സ്നേഹപൂർവമായ അവിടുത്തെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അവിടുത്തെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചുകളയണമേ. ഉത്തമനെ ദയതോന്നി അടിയങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനെ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ നാഥ, അവിടുത്തെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അവിടുത്തെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താവിന്റെ നാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, എല്ലാ കഠിനാശിക്ഷകളും ദയാപൂർവ്വം അടിയങ്ങളിൽ നിന്നും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും അവിടുത്തെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ത്രിയേക ദൈവമേ, എല്ലായ്പ്പോഴും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വാറമോ വാശോ വാബകോല ശുഭാൻ ലവൽമേ പാപപരിഹാരകാഴ്ചയായി തന്റെ പിതാവിന് സ്വയം സമർപ്പിക്കുകയും ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരുന്ന പിതാവിനെ തന്റെ തിരുമേനിയുടെ ബലിയർപ്പണത്താൽ പ്രീതിപ്പെടുത്തുകയും തന്റെ തിരുമേനിയുടെ രക്തത്താൽ മേലുള്ളവരെയും താഴ്ന്നവരെയും സംയോജിപ്പിക്കുകയും ഞങ്ങളെ എല്ലാവരെയും സമാധാനപ്പെടുത്തുകയും ചെയ്ത ആചാര്യനും പ്രധാനാചാര്യനുമായ മശിഹാതമ്പുരാനെ, ഈ സമയത്ത് തിരുമുൻപാകെ നിൽക്കുന്ന എന്റെ ബലഹീനതയെ
സർവാധിപതിയായ അങ്ങയുടെ കരുണയാലും ദയവാലും അവിടുന്ന് കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, എന്റെ വ്യക്തിപരമായ മാലിന്യത്തിൽ അവിടുന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മവിശുദ്ധിയിൽ നിന്ന് അവിടുത്തെ ഈ ജനത്തെ അവിടുന്ന് നിരോധിക്കരുത്. ഈ സമയത്ത് എന്റെ മനസ്സിന്റെ കളങ്കത്തെ നീ പരിശോധിച്ചിട്ട് അവിടുത്തെ ജനത്തിന്റെ നിലവിളിയിൽ നീ അലസമായിരിക്കരുത്. കർത്താവേ, എന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുള്ള ദുഷ്കർമ്മങ്ങളും പാപങ്ങളും നിമിത്തം അവിടുത്തെ തിരുനാമം വഹിച്ചിരിക്കുന്നവരുടെ കുർബാനകളിൽ നിന്നും എന്നെ നിരോധിക്കരുത്. പാപിയും അശുദ്ധനും കളങ്കം നിറഞ്ഞവനുമായ എന്നിൽ നീ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അങ്ങയുടെ വിശ്വാസമുള്ള ജനത്തോട് ഞാൻ മൂലം കോപിക്കരുതേ. കർത്താവേ, അശുദ്ധമായ എന്റെ വായിൽ നിന്ന് വന്നുപോയിട്ടുള്ള നിന്ദ്യവും നിഷിദ്ധവുമായ വാക്കുകളെ അവിടുന്ന് ഓർക്കരുതേ. അങ്ങയോട് കരുണയും കൃപയും യാചിക്കുന്ന എന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് നിരസിച്ച് ഈ സമയത്ത് തിരുസന്നിധിയിൽ വന്നുകൂടിയിരിക്കുന്ന അവിടുത്തെ സഭയെ അങ്ങ് തള്ളിക്കളയരുതേ. പിന്നെയോ കർത്താവേ, അവിടുന്ന് ചെവിയയച്ച് എന്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പിഴകളെ പരിഹരിക്കണമേ. എന്റെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയണമേ. എന്റെ ഹൃദയത്തിന്റെ അശുദ്ധിയെ തുടച്ചു കളയണമേ. പാപത്തിന്റെ സകലവിധമായ അശുദ്ധിയിൽ നിന്നും എന്റെ മനസ്സിനെ വെടിപ്പാക്കണമേ. വിനോദപരവും ആക്ഷേപകരവും നിന്ദാകരവുമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുന്നതിനായി എന്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെയും എന്റെ മനസ്സിന് ഒരു കാവൽക്കാരനെയും എന്റെ ആദരങ്ങൾക്ക് ഒരു കാവൽക്കാരനെയും നിയമിക്കണമേ. ഉണർവിലും ഉറക്കത്തിലും എന്നെ ബന്ധിക്കുന്ന നിന്ദികളും അശുദ്ധങ്ങളുമായ ചിന്തകളാൽ ഞാൻ ദുഷിപ്പിക്കപ്പെടുവാൻ ഇടയാകരുതേ. സകലരുടെയും പരിശോധന നടത്തുവാൻ വേണ്ടിയുള്ള അവിടുത്തെ ഭയങ്കരമായ രണ്ടാം വരവിനെ കുറിച്ചുള്ള ഭീതിയാൽ എന്റെ ബോധത്തെ നിയന്ത്രിച്ചു കൊള്ളണമേ. കർത്താവേ, വ്യർത്ഥ വികാരങ്ങളിലും ദുഷ്ടചിന്തകളിലും ഞാൻ ഉൾപ്പെടാതെ ആത്മീയവും ശാരീരികവുമായ നൈർമല്യത്തോടെ നിന്നോട് പ്രാർത്ഥിപ്പാനും എനിക്കും ഈ സമയത്ത് തിരുസന്നിധിയിൽ വന്നുകൂടിയിരിക്കുന്ന അങ്ങയുടെ ഇടവക മുഴുവനും വേണ്ടി കരുണയും കൃപയും പ്രാപിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. ഞങ്ങളോട് അവിടുന്ന് ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അവിടുത്തെ സകല കൃപകൾക്കും വേണ്ടി അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാ. Eno
ആമേൻ. ദിവ്യജ്ഞാന പ്രതിച്ചോട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും മൂന്നാം ദിവസത്തെ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതിന് ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവ് പിതാവ് നിറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായനും കാതോലിക സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കുന്ന ഋഗൈതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിലേറിതാ ഇന്നേപ്പോളെ ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കുന്നേ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും
ഭക്തരുമാ തമ്മിൽ നിരക്കം സമയം താ അതിനാം സോദരരെ വരുവേ ഒരു കരുണ നിരന്നീടാ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിനെ യോഗ്യരാക്കണമേ. സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. തലകുനിച്ചു നിൽക്കുന്ന അവിടുത്തെ ദാസീദാസർക്ക് അവിടുത്തെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ത്രിയേകദൈവമേ, എല്ലായ്പ്പോഴും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ പാപകോലശപാൻ ലോൽ സമർപ്പിക്കുന്ന ഈ വിശുദ്ധ കൃപാനമുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെയും അടിയങ്ങളിൽ നിന്നും നീക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭംഗിയോടും ഉണക്കത്തോടും വെളിപ്പോടും വിശുദ്ധിയോടും ദൈവത്തോടും കൂടെ ബഹുമാനപ്പെട്ട ആചാര്യങ്ങളാൽ നമ്മൾ ഭാഗ്യപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകനാഥനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ
തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഹാദേശ് പാടി ഉച്ചൈസ്തരം അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നനയ്ക്കുന്ന ബലവാനായ ദൈവപുരാൻ പരിശുദ്ധൻ 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 വരങ്ങളെല്ലാം ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ആരാധിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വീരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് ഭാവികളായ നമുക്കായി മനസ്സോടെ മരണമനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കൈയിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ അങ്ങേ കാണിച്ച് സ്തോത്രം ചെയ്തതിന് ശേഷം വാഴ്ത്തേ ശുദ്ധീകരിച്ച് ബാരേ മുറിച്ച് പരിശുദ്ധ സ്ലേഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, ഇത് വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയോ പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസയും സ്തോത്രം ചെയ്ത് വാഴ്ത്തേ ശുദ്ധീകരിച്ച് പരിശുദ്ധ സ്നേഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാകുന്നു ഇത്. സംബന്ധിച്ച് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ.
ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എണ്ണത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങൾ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. അവിടുത്തെ സഭ അവിടുത്തെ രക്ഷാകരമായ പരസ്യ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന ബ്രഹ്മജനകമായ അവിടുത്തെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം അവിടുത്തെ സഭയും അവിടുത്തെ ഇടവകയും അങ്ങയോട് അങ്ങയുടെ കൂടെ അങ്ങയുടെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാഴ്ത്തുന്നവരെ, ജീവനുള്ള പരിശുദ്ധരും പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ വരുന്നയാവത്ത് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും പ്രീതി ഉണ്ടാകണമേ. ഇതിനെ ഞങ്ങളുടെ ദൈവമായ ശരീരമായി തീർക്കുമാറാകണമേ. കാസിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാൻ രക്തമായി പൂർത്തീകരിക്കുമാറാകണമേ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. ഇതിനാൽ ഞങ്ങൾ നിത്യജീവനാർഹരായി ഭവിക്കുമാറാകണമേ. ത്രിയേക ദൈവമേ, എല്ലായ്പ്പോഴും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വാബകുല ശുഭാ നമ്മുടെ ദുഷ്ടന്മാരായ ദൈവത്തിന്റെ വിശുദ്ധമാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ പോരുന്ന നമ്മുടെ രണ്ടാമൻ ബാവാക്ക് വേണ്ടിയോ നമ്മുടെ ബാവാക്ക് വേണ്ടിയോ നമ്മുടെ എനിക്ക് വേണ്ടിയോ സത്യവിശ്വാസിലെ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടി ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം.
പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെല്ലാ ഇടയന്മാർക്കും ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യകാലവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ പരിശുദ്ധ സഭയിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ. ത്രിയേക ദൈവമേ, എല്ലായ്പ്പോഴും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹാശോ ആബകോല ശബാ അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദേവന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും എവൻഗേലോസ്തന്മാരെയും സഹോദരന്മാരെയും ബോധ്യാനന്മാരെയും ഭാഗ്യവാൻ തന്റെ ജവാനോട്ടക്കാരനുമായ മോര്യോഹാനന്ദാനായും സിംഹാസന്മാരും പ്രധാനിയും സഹോദരന്മാരും പരിശുദ്ധമോത്തുള്ളവരുമായ മോർ സ്തെഫാനോസിനെയും സ്ത്രീയന്മാരും തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽപിതാവായ മോർ തോമാസ്ലീഹായെയും ശേഷം സകലന്മാരെയും ശുദ്ധിമതികളെയും പോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നാം കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, അവിടുത്തെ വിശുദ്ധന്മാരുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ യാതൊരു പരിശുദ്ധരോഗായിക്കും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹാശോ ശബാൻ ലോൽമേ സത്യവിശ്വാസത്തിൽ ശ്രമിച്ചതിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി നീ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും ആരോഗ്യങ്ങളെയും അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമനുഷ്യയുടെ ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാമോചനത്തിനും അവരെ യോഗ്യമാക്കാനും നമ്മയും അവരെ തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തോളനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച 3 പ്രാവശ്യം എന്ന് അട്ടാച്ച് പറയാം. വിശ്വാസികളായ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകൾ അവിടുന്ന് കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ അവിടുത്തെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സദവിശ്വാസത്തോടെ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല പരിച്ചുപോയനെ നീ ആശ്വസിപ്പിച്ച് പണിപ്പെടുത്തണമേ. മനസ്സോടാതെ അറിവോടാതെ നിന്റെ തിരുവമ്പിൽ ഞങ്ങൾ മരിച്ചു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനും ആയിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും അനുഗ്രഹീതവുമായ അവിടുത്തെ നാമവും ഞങ്ങളുടെ കർത്താവായ ശംസിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും എല്ലായ്പ്പോഴും സ്തുതിച്ച് പോഴ്ത്തുമാറാകണമേ. ഹോശോ പാപകോല ശുഭാൻ ലോൽ
ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉടയോനേ നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസനാദം കൂരിലൈസോൻ ഹാലേലൂയ ഹാലേലൂയ ബാരമോ കൂരിലൈസോൻ ഹാലേലൂയ ഹാലേലൂയ അനിവോട് ചടിയാരേ ഹാലേലൂയ ഹാലേലൂയ അരിശം നീക്കി കാക്കണമേ കൂരിലൈസോൻ ഹാലേലൂയ ഹാലേലൂയ ബാരക്മോൻ കൂരിലൈസോൻ ഹാലേലൂയ ഹാലേലൂയ കൂരിലൈസോൻ ബാരക്മോ ലമറിയോ നെസ്കാശ കാരുണ്യവാനായ പിതാവാം ദൈവമേ, ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവായെന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുവാനായേ ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശദീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവാ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം ആകാശത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപവും ഞങ്ങൾ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, എപ്പോഴും നീ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവുമില്ല ഇപ്പോൾ അങ്ങയുടെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും ആകുന്നു. ഹോശോ വബകോൻ
അവിടുത്തെ അദൃശ്യമായ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് അവിടുത്തെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ അങ്ങേക്കും അങ്ങയുടെ പരിശുദ്ധ റൂഹായ്ക്കും എല്ലായ്പ്പോഴും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഓശോ വാബബോലശുഭാ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം കർത്താവേ, കരുണ തോന്നിയവളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഗൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ അമൂല്യമായ കർഷാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദികാലം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Te
olmo de loba moriora meleno adare നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ വല്ലഭാഗേ രാജഭാമനയോ നരകര ജന്മോഹിപ്പ ഹല്ലേലൂയ ഹല്ലേലൂയ ജനമോർക്ക പിതൃഗൃഹം ബാരകമോ ഓലം വാദാമൽ ഓലമൽ മീനാമേ നിലുദിച്ചോരി ഗസുദൻ തൃക്കരഞ്ഞങ്ങളിലലിവാത്ത പക്കലപേക്ഷയന കേണം വരദായകമാതാ തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പാലകമോ കന്യകമറിയാമേ നോയര സുഖപരിമളധൂപം മുറിയോരാഹിൻ മേലനോ ആദാവേ ഞങ്ങൾക്കായുള്ളർത്തനയെ ഞങ്ങളിലാരത തുനിടാം ഏകാനുജനോട് തേക്കാം പോലെ തളർത്തിടമേ ഹല്ലേലൂയ വളരെ മമലബനോൻ കാരകിൽ വർദ്ധിക്കുന്നവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക ഭാഗ്യം ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ കാംക്ഷിച്ചൊരു സഹദേവാളാൽ ചിറകുകൾ പോട്ടുന്നത പദമേരി മുറിയോറാഹി മേലനു ആധാരേ കർത്താവോടാൻ അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി ചേടാം മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവേ മിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും ഭാരതമോ മനോലം വാദാമൽ ഓലമൽ മീനാമേ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവൃത്തവസി കേണം സൗവൻ കാലോ
സോനുനാഥ ശുശ്രൂഷകര വൈദികരെ ഉയർപ്പേൻ വലിയൊരു ഗണമേ മുഖകാന്തി മുറിയോറാഹെ മേലൈനു ആധാരേ ആചാരേശ മശിയാക്കുദാശകളർപ്പിച്ച രാചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം കരുണ നിറഞ്ഞവനേ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടി നീ പുതുതാക്കിയിടണമേ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃദരിൽ കനിയണമേ വരുമോ തന്നുയരും സ്തുതനം നുശരീരാ മക്കൾ പാടണമേ ഞവരെ പുനരുദ്ധാന സൃഷ്ടി നീ പുതുതാക്കിയിടണമേ പറമോ നാസേക്കിമാ സ്കിദം ശാബവറുഹപദിശ മിനോൽ മദർലെ ദശ്വതോ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ മരണത്തിന് നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്നിടത്ത് വലിയ പീഠത്തിൽ നിന്ന് അവിടുത്തെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാ ഞങ്ങളുടെ കർത്താവും ദൈവവും തിരുവൻപാകയുള്ള മഹാപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയ വിശുദ്ധ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ വാഞ്ചയോടെ കാത്തു നിൽക്കുന്ന ആരാധക സമ്പത്ത് അദൃശ്യമായ വലത് കൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. നഗവൻ വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന ശംശികായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകളും അനുസരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ അവരുടെ മേലും നമ്മുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അമിനാദ കൃപ ചെയ്യണമലിവാ കൃപ ചെയ്യണമോ തരമരുളി കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ ഹാലേലൂയ
അവിടുത്തെ പരിശുദ്ധ ഞങ്ങൾ പാടുന്ന പൗരികാരമായ പരിശുദ്ധ ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ ദിവ്യമേശയിൽ നിന്നും ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അവിടുത്തെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കും അങ്ങയുടെ പരിശുദ്ധ റൂഹായ്ക്കും എല്ലായ്പ്പോഴും ഇടവിടാതെ ഞങ്ങൾ സ്തുതി സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഞങ്ങളുടെ ദൈവമേ, നിന്റെ ദ്രോഹഭാഗി ഞങ്ങൾ തലവനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങളിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ അങ്ങേയും അങ്ങയുടെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. സത്യപരന്തൻ മാതാവായി നിർമ്മല കന്യകധന്യവതേ മറിയാമിൻ പ്രാർത്ഥനയാൽ വാഴ്ത്തുക ഞങ്ങൾ ദേവേ
കർത്താവേ തുണയായവനേ കാണിക്കണമേ ജീവവഴി. തിരുവള്ളം തുഷ്ടിപ്പേട്ട് നല്ലവരിച്ചോ പുണ്യപ്പേ തീരരാന നേണ. ശലോം ബിസ്ലോഹായ് ഹബീബായ ബർക്കമോ. എൻ്റെ വാത്സല്യ സഹോദരൻ, കർത്താവിന്റെ ഭാവനപ്രദമായ യാഗപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാവിഷത്തോട് പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവേ. ദോരസ്ഥരോടുകൂടെ സമീപസ്ഥനും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും കർത്താവിന്റെ ജയമുള്ള സ്ലീഹായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷ്നിയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ കൃത്യം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ആശ്വാസം പ്രാപിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയോ കൃപയും കരുണയും സഹായങ്ങളും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും നാൾതോറും എന്റെ ബലഹീനതകളെ ഓർത്ത് എനിക്കായി പ്രാർത്ഥിക്കുകയും കർത്താവിടുത്തെ കൃപാനുഭവിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ, കൃപയുണ്ടാവുക അടിയനിതാ മേന്മേൽ. ഇപ്പോൾ കൃപയുണ്ടാകണമേ, എൻ്റെ കടങ്ങള ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദിമുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പരിശുദ്ധ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന 7ാമത് ഞായറാഴ്ചയാകുന്നു ഇന്ന്. വിശുദ്ധ പിതാക്കന്മാർ ഈ ദിവസത്തെ ചിന്തയ്ക്കായി നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിരുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചനമാണ്. ഒരു ഭവനത്തിൽ വന്ന് അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും കഴിയാത്തവണ്ണം പുരുഷാരും പിന്നെയും അവിടെ വന്നുകൂടി. അവന്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് ഇവനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിപ്പാൻ പുറപ്പെട്ടു. ഊർഷമിൽ നിന്ന് വന്നവരായ സ്വപ്പന്മാർ ഇവനിൽ ബെൽസബൂലുണ്ട്, പിശാചുകളുടെ തലവനെ കൊണ്ട് ഇവൻ പിശാചുകളെ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും ആകാശം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണ്. തന്റെ വചനത്താൽ രോഗശാന്തിയാൽ അനവധി ആളുകളെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുമ്പോൾ
അവന്റെ വചനത്തിൽ ആകൃഷ്ടരായി അവന്റെ ദൈവികത്വം മനസ്സിലാക്കിയ ദൈവജനം അവനെ അനുഗമിക്കുമ്പോൾ അവന്റെ സ്വന്തക്കാർക്ക് അത് സഹിച്ചില്ല. ചില സ്വപ്പന്മാർക്ക് അത് സഹിച്ചില്ല. അവിടെ പ്രയാസം പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ്. ദൈവിക ശക്തിയാണ് യേശു അത്ഭുതം ചെയ്യുന്നത് എന്ന വസ്തുത തിരിച്ചറിഞ്ഞിട്ടോ അറിയാതെയോ എന്തോ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൂഹം അവൻ പിശാചുണ്ട്, പിശാചിന്റെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് ജനത്തിന്റെ ഇടയിൽ ഇടർച്ചയുണ്ടാക്കുവാനായി അവർ ശ്രമിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. യേശുവരാൻ അവിടെ പറയുകയാണ്, ഇതിന് മറുപടിയായി എല്ലാം തമ്പുരാൻ അറിയുന്നു. ജീവിതത്തിൽ നാം ഓർക്കുക, നമ്മുടെ ഓരോ പ്രവർത്തനവും രഹസ്യവും പരസ്യമായ എല്ലാ മേഖലകളിലും നാം ചിന്തിക്കുന്നത് എവിടെ വെച്ചായാലും എങ്ങനെയായാലും ഒക്കെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ ആ ജനത്തിന്റെ മനോഗതം അറിഞ്ഞ യേശു തമ്പുരാൻ പറയുകയാണ്, സാത്താനെ പുറത്താക്കുവാൻ എങ്ങനെയാണ് കഴിയുക. എന്നിട്ട് പിന്നീട് പറയുന്നു, ഒരു രാജ്യം അതിന് തന്നെ വിരോധമായി ചിത്രിക്കുന്നതായാൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയില്ല. ഒരു ഭവനം അതിന് തന്നെ വിരോധമായി നിലനിന്നാൽ അതിന് നിലനിൽപ്പാൻ സാധിക്കുന്നില്ല. ചിത്രിക്കുന്നതായാൽ നിലനിൽപ്പാൻ കഴിയുന്നില്ല. സാത്താൻ അവന് വിരോധമായി എഴുന്നേറ്റ് ഭിന്നിച്ചാൽ അവനും നിലനിൽക്കുവാൻ സാധ്യമല്ല. പിന്നെയോ അത് അവന്റെ അവസാനമാകുന്നു. ഇവിടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? സാത്താന്റെ ശക്തിയാലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ സാത്താന്റെ പ്രവർത്തനമാണ്, സാത്താന്റെ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഒരു രാജ്യം ആ രാജ്യത്തിനെതിരെ പോരാടിയാൽ, ഒരു ഭവനം ആ ഭവനത്തിനെതിരെ പോരാടിയാൽ ആ ഭവനത്തിന് നിലനിൽപ്പില്ല. ഏതൊരു സമൂഹവും ആ സമൂഹത്തിനെതിരായി പോരാടിയാൽ, പ്രവർത്തിച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്ന് കാണുവാനായി സാധിക്കും. നമുക്കറിയാം, പരിശുദ്ധ സഭയിലും നമ്മുടെ ഇടവകളിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ പ്രതിസന്ധികളും പ്രതികൂലതകളും വരുന്ന സമയത്ത് തന്നിൽ തന്നെ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ തകർച്ചകളും വീഴ്ചകളുമാണ് ഉണ്ടാകുക എന്നറിയാം. എന്നാൽ പ്രതിസന്ധികൾ എവിടെ നിന്ന് വന്നു, പ്രതികൂലതകൾ എവിടെ നിന്ന് വന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു വ്യക്തിയെങ്കിലും ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു സഭയിൽ ഒക്കെ എഴുന്നേറ്റ് ദൈവത്തിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അവിടെ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാകുമെന്ന് നമ്മൾക്കറിയാം. ഇവിടെ കർത്താവ് പറയുകയാണ്, പരസ്പരം കലഹങ്ങളും പിണക്കങ്ങളും അല്ലാതെ പിശാചിനൊന്നും വരുത്തുവാനായി സാധിക്കില്ല. സ്നേഹവും സന്തോഷവും സ്വർഗരാജ്യത്തിന്റെ അടയാളമാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും നിലനിൽക്കേണ്ടതിന് ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. എന്നിട്ട് ഈ സമൂഹം പറഞ്ഞ ആ സമൂഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ട് കർത്താവ് അവിടെ ഒരു കാര്യം പറയുന്നു. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ മനുഷ്യരുടെ സകല പാപങ്ങളും അവനാൽ പറയപ്പെടുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണം പറയുന്നവന് ഒരു നാളും മോചനമില്ല. അവൻ നിത്യ ദണ്ഡവിധിക്ക് അർഹനായി തീരുന്നു. പരസ്പരം നമുക്ക് അങ്ങും പറയും, കുറ്റം പറയാം, കുറവ് പറയാം, പരദൂഷണം പറയാം, ഏഷണി പറയാം, പോരാടാം, ഒക്കെ ചെയ്യാം. അത് മാനുഷികമാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ മാമോദീസ വഴി ലഭിക്കപ്പെട്ടിരിക്കെ നാം പറയുന്ന ഓരോ വാക്കുകളും ആ പരിശുദ്ധാത്മാവിനെതിരെയാണ്. അത് ഏത് തലങ്ങളിൽ നിന്ന്, ഏത് തലങ്ങളിൽ തുടങ്ങി ഏത് തലങ്ങളിൽ അവസാനിക്കുന്നു അവിടെയൊക്കെ ഒരു മനുഷ്യ സൃഷ്ടിയിൽ മാമോദീസ വഴിയായി ലഭിക്കപ്പെട്ട ഒരു ക്രൈസ്തവന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്നിവേശിച്ചിരിക്കെ, ദൈവം വസിപ്പിച്ചിരിക്കെ, ദൈവത്തിന്റെ പുത്രനോ മകളോ ആയി ജനിച്ചിരിക്കെ, ആ വ്യക്തിക്കെതിരെ ആരുമാകട്ടെ, മേൽപ്പട്ടക്കാരാകാം, പട്ടക്കാരാകാം, പുരോഹിതരാകാം, മാമോദീസ മുങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം, അവിടെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് അതാണ് പറയുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായി. ആകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ
ഒരു കാര്യത്തിലും അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദനിക്കുവാൻ, അതുവഴി നമ്മെ വഴി നടത്തുന്നവർ ഒക്കെ വേദനിക്കുവാൻ വരരുത്. പിന്നെയോ എപ്പോഴും അവർ സന്തോഷിക്കുവാൻ, നമ്മെ കുറിച്ചുള്ള ചിന്തകളിൽ അവർ ആനന്ദിക്കുവാൻ ഇടവരേണ്ടതിന് നീതിയുടെ പ്രവർത്തനം ചെയ്ത് നമുക്ക് നല്ല ക്രൈസ്തവരായി, ദൈവസ്നേഹം വിളയാടുന്നവരായി, ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നവരായി മുന്നേറാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ,